എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ബിരിയാണിക്കായതുകൊണ്ട്. ഇനി ഇത് മസാലയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഇറച്ചി മസാലപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം അതിലൊഴിച്ച് കൊടുത്തിട്ട് ഇത് മൊത്തം ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ചിക്കൻ മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാത്തിലും പിടിക്കുന്ന രീതിയിൽ മസാലയൊക്കെ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. നന്നായി മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഉറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു പദവും വരും, ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഇതിന് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് പാത്രം അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കും. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കോരി വെക്കണം. ഉണക്കമുന്തിരി കോരി മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 സവാള നേർങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ വാങ്ങി വെക്കാം, കോരി മാറ്റി വെക്കാം കേട്ടോ. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബിരിയാണി റൈസ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാൻ ഈ 2 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ പാത്രത്തിലേക്ക്
കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോൾ അരി ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മുടെ റൈസ് റെഡിയായി വരുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അതിനാണ് വെളിച്ചെണ്ണ നെയ്യുടെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടാക്കി കഴിഞ്ഞാൽ ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ചീരകം എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായുടെ കുരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അരി അളന്ന ഗ്ലാസ് തന്നെ വേണം വെള്ളം അളക്കാൻ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതായത് റൈസും കൂടെ വരുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനേ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ബസ്മതി റൈസ് അരിയല്ല എടുത്തത്, ജീരകശാല അരിയാണ്. ഏത് അരിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഓരോ അരിയുടെ ഇതുപോലെ ഇരിക്കും വെള്ളത്തിൻ്റെ അളവ്, അത് നോക്കിയിട്ട് ചെയ്യണം. ചില അരിക്ക് വെള്ളം കറക്റ്റിൽ ഒരു 1/4 ഗ്ലാസ്സൊക്കെ കുറവായിരിക്കും വയ്ക്കുക. ഈ അരിക്ക് നേരെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അതാണ് ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ലേശം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന വെള്ളം വാർത്ത് വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 80% വേവാകുമ്പം തന്നെ തീ ഓഫ് ചെയ്യണം. നമ്മളിനി ദമ്മിടുമ്പോൾ ബാക്കി കൂടെ അതിൽ വെന്ത് വരുള്ളൂ. 80% വേവാകുമ്പോൾ ഓഫാക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. റൈസ് റെഡിയാകുന്നപ്പോഴേക്ക് നമുക്ക് മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മസാല പുരട്ടി വെച്ച ചിക്കൻ തിരിച്ചും മറിച്ച് ഇട്ടിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് വെന്തോന്ന് നോക്കാം. റൈസ് വെന്തോന്ന് നോക്കാം. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. 20% വെന്ത് വന്നിട്ടുണ്ട്. റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ടെടുത്ത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യാതെയും ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ബിരിയാണിയുടെ മസാല തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഈ പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം.
പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂന്നും കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചത് ഒരു 2 വലിയ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ പേസ്റ്റ് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വാടി കിട്ടുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഈ ബിരിയാണിക്കൊക്കെ ഒത്തിരി മസാല ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മസാല എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന സവാള വേണം എടുക്കാൻ. നന്നായിട്ട് വാടി വഴന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ച് അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പച്ചമുളകും കൂടെ അരച്ച് ചേർക്കുന്നത് മസാലയാകുമ്പോൾ നല്ല കുഴഞ്ഞ പരുവത്തിൽ ഇങ്ങനെ വരും. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വാടി വരുന്നുണ്ട്. നന്നായി വാടിക്കും. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണേ പൊടികളൊക്കെ ചേർക്കാം. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, ചൂടുവെള്ളം. ഇനി നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വെന്തൊടിയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച ഈ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെല്ലാം ഇതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തതായതുകൊണ്ട് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ടല്ലോ. ഒന്ന് ഈ മസാലയിൽ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അതിന് മുമ്പ് നമുക്കൊരു അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കാം.
നമുക്കിതൊന്ന് മൂടി വെക്കാം. ചിക്കൻ മസാല റെഡിയായോ നോക്കാം. മസാലയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദം ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പകുതി മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെക്കാം. പകുതി മസാല നമുക്ക് മാറ്റി വെക്കാം. ഞാൻ പകുതി മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൽ 2 ലെയറായിട്ടാണ് ദം ഇടുന്നത്. ഇനി ഈ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച് മാറ്റി വെച്ച റൈസ് ഈ മസാലയിൽ ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ച ഉള്ളിയും കശുവണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പ്, ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ച ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ച മസാല ഞാൻ ഈ റൈസിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച സവാള, കശുവണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ അടി കരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ആവി കയറ്റി എടുക്കും പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ മസാലയും എല്ലാം ഇതിലേക്കൊന്ന് ഇറങ്ങി ഒരു ബിരിയാണി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദം ഇടുന്ന, ഒരു ചെറിയ രീതിയിലൊരു ദം ഇടുന്ന. ഓക്കെ, തീ ഓൺ ചെയ്തിട്ട് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയെല്ലാം ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി, ചിക്കൻ ഫ്രൈ ചെയ്ത ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം നല്ലൊരു തൈര് സാലഡും കൂടി ഉണ്ടെങ്കിൽ, ഇതുപോലെ ക്യാരറ്റ്, കുക്കുംബർ ഒക്കെയുള്ള ഒരു തൈര് സാലഡും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.